ക്ലാസ്സിലെ അഖീദയിലെ മൂന്നാമത്തെ പാഠം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 3. അല്ലാഹു ഖാദിറുൻ. അല്ലാഹു കഴിവുള്ളവൻ. ഒന്നാമത്തെ പാഠത്തിൽ അല്ലാഹു തആലയുടെ വാജിബായ 5 സിഫത്തുകളെ കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ പാഠത്തിൽ അല്ലാഹു തആലയുടെ വാജിബായ 8 സിഫത്തുകളും പഠിച്ചു. നമുക്ക് ഈ പാഠം നോക്കാം. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ്. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനും ആണ്. അല്ലാഹു തആല എപ്പോഴും ജീവിച്ചിരിക്കുന്നവനാണ്, സംസാരിക്കുന്നവനാണ്, ഉദ്ദേശിക്കുന്നവനും ആണ്. അവൻ്റെ ഉദ്ദേശ്യം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അല്ലാഹു തആല ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അല്ലാഹുവിൻ്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം. അല്ലാഹുവിൻ്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം. 13 സിഫത്തുകൾ കഴിഞ്ഞ 2 പാഠങ്ങളിലായി പഠിച്ചു. 14 ഖാദിറുൻ കഴിവുള്ളവൻ, 15 മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, 16 ആലിമുൻ അറിയുന്നവൻ, 17 ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ, 18 സമീഉൻ കേൾക്കുന്നവൻ, 19 ബസീറുൻ കാണുന്നവൻ, 20 മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ. അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തുകളാണിത്. കഴിവുള്ളവൻ, ഉദ്ദേശിക്കുന്നവൻ, അറിയുന്നവൻ, ജീവിച്ചിരിക്കുന്നവൻ, കേൾക്കുന്നവൻ, കാണുന്നവൻ, സംസാരിക്കുന്നവൻ. ഇവയ്ക്കെതിരായ കാര്യങ്ങൾ അല്ലാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇവയ്ക്ക് എതിരായ കാര്യങ്ങൾ, ഈ സിഫത്തുകൾക്ക് എതിരായ കാര്യങ്ങൾ: മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ, ഇതിൻ്റെ എതിരാണ് സംസാരിക്കാത്തവൻ. സമീഉൻ കേൾക്കുന്നവൻ, അതിൻ്റെ എതിരാണ് കേൾക്കാത്തവൻ. ബസീറുൻ കാണുന്നവൻ, അതിൻ്റെ എതിരാണ് കാണാത്തവൻ. ഈ കാര്യങ്ങൾ അല്ലാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഈ വാജിബായ സിഫത്തുകളുടെ എതിരായ കാര്യങ്ങൾ അല്ലാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിന് മുസ്തഹീല് എന്ന് പറയും. വാജിബായ സിഫത്തുകളുടെ എതിരായ കാര്യങ്ങൾ അല്ലാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീല് എന്ന് പറയും. ഉണ്ടാകാവുന്ന ഏത് കാര്യവും അല്ലാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അല്ലാഹുവിൻ്റെ ജായിസായ സിഫത്താകുന്നു. ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും അല്ലാഹു തആലക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതാണ് അല്ലാഹുവിൻ്റെ ജായിസായ സിഫത്ത്. അല്ലാഹുവിന് വാജിബായ സിഫത്തുകൾ 20, മുസ്തഹീലായ സിഫത്തുകൾ 20, ജായിസായ സിഫത്ത് 1. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസ്വർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. അല്ലാഹു തആലയുടെ 20 സിഫത്തുകളെ കുറിച്ചുള്ള ബൈത്താണിത്. ഇതിൻ്റെ കൂടെയുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈത്ത് ഈണത്തിൽ കേൾക്കാം. തദ്രീബാത്ത്. 1. വ്യക്തമാക്കാം. 1. അല്ലാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം. വാജിബായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം എഴുതാം. അതിൻ്റെ ഉത്തരം
ഖാദിറുൻ കഴിവുള്ളവൻ, മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, ആലിമുൻ അറിയുന്നവൻ. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഖാദിറുൻ കഴിവുള്ളവൻ, മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, ആലിമുൻ അറിയുന്നവൻ. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. 2 മുസ്തഹീൽ. അതിൻ്റെ ഉത്തരം വാജിബായ സിഫത്തുകൾക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീൽ എന്ന് പറയുന്നു. വാജിബായ സിഫത്തുകൾക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീൽ എന്ന് പറയും. 3 അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത്. അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത്. അതിൻ്റെ ഉത്തരം ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താകുന്നു. ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താകുന്നു. വിപരീത പദം എടുത്തെഴുതാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. കഴിവില്ലാത്തവൻ, ഉദ്ദേശിക്കാത്തവൻ, അറിവില്ലാത്തവൻ, സംസാരിക്കാത്തവൻ, ജീവിച്ചിരിക്കാത്തവൻ, കേൾവിയില്ലാത്തവൻ, കാഴ്ചയില്ലാത്തവൻ. ബസീറുൻ. ബസീറുൻ കാണുന്നവൻ. അതിൻ്റെ വിപരീതം കാഴ്ചയില്ലാത്തവൻ. ബസീറുൻ വിപരീതം കാഴ്ചയില്ലാത്തവൻ. ആലിമുൻ അറിയുന്നവൻ. അതിൻ്റെ വിപരീതം അറിവില്ലാത്തവൻ. ആലിമുൻ വിപരീതം അറിവില്ലാത്തവൻ. മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ. അതിൻ്റെ വിപരീതം ഉദ്ദേശിക്കാത്തവൻ. മുരീദുൻ വിപരീതം ഉദ്ദേശിക്കാത്തവൻ. മുത്തകല്ലിമുൻ സംസാരിക്കുന്നവൻ. അതിൻ്റെ വിപരീതം സംസാരിക്കാത്തവൻ. മുത്തകല്ലിമുൻ വിപരീതം സംസാരിക്കാത്തവൻ. ഖാദിറുൻ കഴിവുള്ളവൻ. അതിൻ്റെ വിപരീതം കഴിവില്ലാത്തവൻ. ഖാദിറുൻ വിപരീതം കഴിവില്ലാത്തവൻ. ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ. അതിൻ്റെ വിപരീതം ജീവിച്ചിരിക്കാത്തവൻ. ഹയ്യുൻ വിപരീതം ജീവിച്ചിരിക്കാത്തവൻ. സമീഉൻ കേൾക്കുന്നവൻ. അതിൻ്റെ വിപരീതം കേൾവി ഇല്ലാത്തവൻ. സമീഉൻ വിപരീതം കേൾവി ഇല്ലാത്തവൻ. 4ാം ക്ലാസ്സിലെ അഖീദയിലെ 3ാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.